ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ വന്ന വീഡിയോ എന്താ അറിയോ, നമ്മളൊരു പുതിയ ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. റോളക്സിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതുണ്ടാ, നമ്മൾ ഇഗ്വാന പുറത്തിറങ്ങിയ സമയത്ത് മേറ്റിംഗ് ടെൻഡൻസിയാണ്. ഞാൻ തുടങ്ങിയിട്ടുണ്ട് മേറ്റിംഗ്. ഇപ്പോൾ ഈ സീസണിൽ ഇനി എഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവനാൾ അടിപൊളിയാണ്. ഉണ്ടാ, അടുത്തൊന്ന് കാണിച്ചോ. നോമ്പായതുകൊണ്ട് നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നിന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങി കേട്ടോ. കുറച്ചിങ്ങനെ എന്താ പറയുക, നമ്മൾ സ്കങ്കിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം. എൻ്റെ മോനെ ഇത് അടുത്തൊരു ഫീമെയിലും കൂടി ഉണ്ട്. ഇതാ നല്ല അത്യാവശ്യം എഗ് ഫോം ആകുന്നുണ്ട്. ഇതാ വാടാ സൈസ് ഉണ്ടോ? നല്ല സൈസ് ഉണ്ടേ. പോയിക്കോ കുഴപ്പമില്ല. ഓക്കെ, എന്താ ശരിക്കും ഇങ്ങനെ കിടക്കുന്നുണ്ടാ വെയിലത്ത്? ഓക്കെ, അവിടെ കിടന്നോട്ടെ. സഫാനെ ഇതുണ്ട്, നോമ്പെടുത്തിട്ട് സഫാൻ ക്ഷീണം. എല്ലാ നോമ്പുണ്ടല്ലോ, എല്ലാ നോമ്പുമില്ലേ? എത്ര? 1-6 16 നോമ്പ്. ഓക്കെ, 16 നോമ്പെടുത്തിട്ട് ഇരിക്കുന്നത് നമ്മൾ സഫാന്. ക്ഷീണമായി പോയല്ലേ? ഇല്ല, പിന്നെ അല്ല. അപ്പോൾ നമുക്ക് സ്കങ്കിനെ കുളിപ്പിക്കണ്ടേ? സ്കങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവനെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഇവന് ഇറങ്ങി ഓടാൻ ചാൻസ് ഉണ്ട്. കണ്ടാ, ഓന് ഈ അത്ര ടൈംഡല്ല. കണ്ടാ ഓടുന്ന ഓട്ടൊക്കെ ഉണ്ടാ, ഇവിടെ ഓന്ത് പോകുന്ന പോലെ ഇല്ലേ? പാട അപ്പം ഇവന് അടിക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ സ്കങ്കിനെ ഫുള്ള് തള്ളം തന്നെ. സ്കങ്കിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കങ്കിനെ കുളിപ്പിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാം. ചവിട്ടിയൊക്കെയല്ലോ മിസറേ. നമ്മുടെ ജപനെ കണ്ട, ജപ ഭയങ്കര സ്പീഡാണ്. ജപൻ്റെ സ്പീഡാണ് ഞെട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ സ്കങ്കിൻ്റെ കൂട്ടിലേക്ക് വരാം. വാ, നല്ല ഉറക്കാന്ന്. നല്ല കാണിച്ചത് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് അഭിപ്രായം പറഞ്ഞ എല്ലാവരും. എടുക്കാൻ പറ്റുമോ ഇല്ലയോ? നമ്മൾ കുറേ നാളെ ഇതിനോടനെ കളിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇതാ മറ്റോ സ്റ്റിങ് ബോംബ് ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റിങ് ചെയ്തിനെങ്കിൽ നമുക്ക് ഈ പരിസരത്ത് നിൽക്കാൻ കഴിയില്ല കേട്ടോ. അമ്മാതിരി സ്മെല്ലായിരിക്കേ. വേൾഡിലെ ഏറ്റവും സ്മെല്ലിങ് എന്താ പറയുക, സ്പ്രേ അടിച്ചിട്ട് മണപ്പിച്ച് നാറ്റിച്ച് കൊല്ലുന്ന ആളാണ് സ്കങ്ക്. ഇതാ രസമല്ലേ കാണാൻ? നല്ല മഞ്ചനാണ്. നമുക്ക് ഇടവിടാം, താഴെ ഇറക്കാം, എന്നിട്ട് പിടിച്ചിട്ട് കയറ്റാനുണ്ടാവും. പിന്നെ ഓടുന്നതാണ് നല്ല രസം. എന്താ നല്ല പ്ലഫിയാന്നേ. ഇവൻ്റെ ശരിക്കും ഉണ്ടല്ല നോർമൽ ആയുസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ കൊണ്ടുവന്നിട്ട് തന്നെ ഇപ്പോൾ എത്ര നാളായി? 2 വയസ്സേ ആയുസുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തന്നെ കുറേ നാളായി കേട്ടോ. നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഏകദേശം 2 വയസ്സുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡബിൾ ജീവിച്ച്. എന്താ ഭംഗിയല്ലേ? ശരിക്കും ഭയങ്കര രസമാണ് കാണാൻ. ഡയറക്റ്റ് എല്ലാവരും ഇവർ നമ്മളെ ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശരിക്കും കാണുന്നുണ്ടാവില്ല. എന്നാൽ ഇവർ അധികം ഉറക്കമായിരിക്കും പകൽ. അങ്ങോട്ട് പോണ്ട. ഇവർ ഇഗ്വാനയിൽ ചിലപ്പോൾ കടിച്ചു കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കാണാൻ നോക്കണ്ട, വീരനാണ്. നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് വിശ്വസിച്ചു വിടാം. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എല്ലാ സമയത്തും പുറത്തു വിടാം. ആരും ഉണ്ടാവില്ല കേട്ടോ. വിസിറ്റേഴ്സൊന്നും ഉണ്ടാവില്ല, വളരെ കുറവല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാത്തിനും പുറത്തിറങ്ങാൻ നല്ല സമയമാണ്. പുറത്തിറക്കാൻ കാണാൻ മാന്യനാണെങ്കിലും ഇവന് ഈ സ്റ്റിങ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ഭയങ്കര സ്മെല്ലാണ്. ഒരു 3-4 മീറ്റർ വരെ ഇത് പിന്നെ തെറിപ്പിക്കും. അപ്പോൾ ഇത് നോർമലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ എന്നെ കളിയാക്കിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താടാ വളി എന്ന് പറയാൻ ഇത്ര മടി? വളിയല്ല കേട്ടോ. അപ്പോൾ അത് പിന്നെ മലദ്വാരത്തിലൂടെ അല്ല ഇത് വരുന്നത്. ഇത് പിന്നെ സ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗ്രന്ഥി ഉണ്ട്. അപ്പോൾ അതിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൽ നിന്നാണ് ഈ സ്റ്റിങ് ബോംബ്, അത് ഇതുണ്ടാകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ.
ഓക്കെ. നോർമലി അതിൻ്റെ മുന്നറിയിപ്പ് അവർ നൽകുകയെ അതിങ്ങനെ നമ്മൾ ആക്രമിക്കാൻ പോകുമ്പോൾ കാലെല്ലാം നിലത്തടിച്ച് ഒരു പ്രത്യേക ആംഗിളിൽ നിൽക്കുകയൊക്കെ ചെയ്യും. അതിന് ശേഷം അങ്ങനെ വെറുതെ വന്നിട്ട് ഇത് കുശുവിട്ടിട്ട് പോകില്ല, കുശുവിടുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കി നമ്മൾ പെറ്റേത് എടുക്കുന്നതുകൊണ്ട് നോർമലി അവരങ്ങനെ നമ്മളടുത്ത് അഗ്രഷനൊന്നും കാണിക്കില്ല. ഇവൻ ഇതുവരെ സ്റ്റിങ് ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ഇതിൻ്റെ താഴത്ത് കാണുമോയെന്നറിയില്ല, കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മിസറിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ച് തെറിപ്പിക്കുന്നതാണ്. അപ്പോൾ കാണുന്ന നോക്കണ്ട, സിംഹത്തിനെയും കടുവനെ വരെ. ഇത് ശരിക്കും ഹണി ബഡ്ജർ അല്ല കേട്ടോ. ഹണി ബഡ്ജർ എന്ന് കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹണി ബഡ്ജർ വേറെ. ഹണി ബഡ്ജർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് അടിമ, അതുപോലെ കടിയൊന്നും കൊണ്ട് പെട്ടെന്നൊന്നും ചാവൊന്നുമില്ല. ഇവന് അത് മരണം വരെ പോരാട്ടം തന്നെയാണ്. ഇവർ അത്രമാത്രം അക്രമകാരിയല്ല കേട്ടോ. ഇവന് എന്തെങ്കിലും ശത്രുത ഇങ്ങോട്ടേക്ക് അക്രമം വന്നാൽ മാത്രം പിടിച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമേ ഇവൻ സ്റ്റിങ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഹണി ബഡ്ജറിനെ പോലെയല്ല. ഹണി ബഡ്ജർ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരനാണ്, കൊടും ഭീകരണം. ഇവന് ഭീകരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സ്റ്റിങ് ചെയ്യുന്ന ആ ഒരു ഇതിലൊക്കെ ഭയങ്കര ക്രൂരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ ശരീരത്തിലായി കഴിഞ്ഞാൽ ആ മണം പോകണമെങ്കിൽ മിനിമം ഒരു 3-4 ദിവസം എടുക്കും. സാധാരണ സോപ്പൊന്നും ഇട്ടിട്ട് കഴുകിയാലൊന്നും പോവില്ല. അപ്പോൾ അത്രമാത്രം ഭീകരനായ ഒരു ജീവിയാണ് കേട്ടോ. അതായത് നമുക്ക് ഓനൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാം. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നമുക്ക് വെറുതെ ഇവിടെ ആളെ കൊണ്ട് മണപ്പിച്ച് നോക്കാമല്ലോ. ബ്രോ, എവിടുന്ന് വരും നിങ്ങൾ? നേരത്തെ പരിചയപ്പെട്ടില്ലേ? ഇതേതാ ജീവി എന്നറിയോ? മരപ്പട്ടിയാ? ഒന്ന് മണപ്പിച്ച് നോക്കിയേ. വരും ഇങ്ങനെ മണക്കല്? നെയ്ച്ചോറിൻ്റെ അരിയല്ലേ? നല്ല ഫുള്ള് നെയ്യാണ്. അല്ല, ഇത് സ്കങ്ക്. ഒരു പിന്നെ വളി വിട്ടെങ്കിണ്ടല്ല, നിങ്ങളിടുന്ന് പറക്കും. ഉറക്കൊക്കെ അതാ ഉറക്ക്. റോളക്സിൻ്റെ കാഴ്ച ഇങ്ങനെ പോയല്ലേ ഫസ്റ്റ് കാണുന്നത്. എന്താണ് ചേച്ചി, ക്ഷീണയാ? നോമ്പുണ്ടാ? മരിച്ചെടുത്ത് പോകാനാ പോകുന്നു. ഓക്കെ. നമ്മളെ പ്രേമേച്ചിൻ്റെ ഭർത്താവിൻ്റെ അമ്മ മരണപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മളിത് പോയി വന്നിട്ടോ രാവിലെ തന്നെ. നിങ്ങൾ പോയിട്ടില്ല? രാവിലെ കയറിയിട്ടുണ്ടാവില്ലേ? ഓക്കെ. നമ്മളെ കുളിപ്പിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പണിയെടുക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ബേസിൽ നിന്ന് കുളിപ്പിക്കാം. അടുക്കള നല്ല സോപ്പിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാം നമുക്ക്. ആദ്യം ഫുള്ളായിട്ട് വെള്ളം നിൽക്കുക. നല്ല നിന്നേരും കേട്ടോ. ഇതെല്ലാം ഇഷ്ടം. ആദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇതിനെ കൊണ്ടുവന്ന ഉടനെ ഭയങ്കര വൈൽഡ്, നമ്മൾ തൊടാനൊന്നും സമ്മതിക്കില്ല. പിന്നെ മെല്ലെ തൊട്ട് സെറ്റാക്കി എടുത്തിട്ടാ. അത് ഗ്ലൗസ് ഇട്ടേക്കാം അല്ലേ? എല്ലാവരും എന്നോട് ഇങ്ങനത്തെ എല്ലാം സംഭവം ചെയ്യുമ്പോൾ പൊതുവേ കമൻറ്റ് ചെയ്യാറുണ്ട്, ഗ്ലൗസ് ഇടണം. അപ്പോൾ ഗ്ലൗസ് തന്നെ ഇട്ടേക്കാം. നിങ്ങളാരും പറഞ്ഞിട്ട് നമ്മൾ ഗവനിച്ചിട്ടില്ല എന്ന് വേണ്ട. ഗ്ലൗസിലിട്ട് നല്ല കുളിപ്പിച്ച് മറ്റേ വെള്ളയിലടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അതിന് നല്ല രീതിയിലൊന്ന് പിന്നെ ഇതിട്ട് കൊടുക്കാം, ഷാമ്പു ഇട്ട് കൊടുക്കാം. നമ്മളെ ഡോഗിന് ഉപയോഗിക്കുന്ന ഷാമ്പു തന്നെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. എന്താ ഫുള്ളായിട്ട് വരച്ച് നല്ല അടിപൊളിയായിട്ട് നിന്നേരും കേട്ടോ. ഇനി ഇത് വെയിലത്തെല്ലാം കാണാൻ ഭയങ്കര രസമാണ്. അവിടെ ഇക്കടാ. പിന്നെ ബ്രഷ് ഇട്ടിട്ട് ഒന്നും കൂടി അരച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. എന്നാൽ ഉള്ളിലേക്കെല്ലാം എത്തും കേട്ടോ. ബ്രഷ് ആകുമ്പോൾ ഉണ്ടല്ലോ എല്ലാം എത്തും. പക്ഷെ നമ്മളിങ്ങനെ ഈ കൈ കൊണ്ട് മസാജ് ചെയ്യുന്നൊരു സുഖർക്ക് കിട്ടൂലല്ലോ. അത് കഴിഞ്ഞിട്ട് മെല്ലനെ വേടാ ഇനി ആ മറ്റേ ഇതും കൂടി ബ്രഷും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് നമുക്ക് ഫ്രഷ് മറ്റേ കുളിപ്പിച്ച് കഴുകിയെടുക്കാം. ഓക്കെ. അടുക്കട നമ്മൾ പിന്നെ ഡോഗിന് ഉപയോഗിക്കുന്ന ബ്രഷ് ഇട്ടിട്ട് നല്ല ശരിക്കും ആദ്യം നമ്മൾ കൈ കൊണ്ട് മൊത്തം അരച്ചേ. ഇനി നമ്മളെല്ലാ ഇങ്ങനത്തെ ഭാഗങ്ങൾ കൈൻ്റെ ഗ്യാപ്പെല്ലാം ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് കറക്റ്റ് ഇളക്കി മൊത്തം അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ കുട്ടപ്പനാക്കി എൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അതിന് വെള്ളം ജസ്റ്റ് വയ്ക്കുന്നു മാത്രം കാണിച്ചു തരാം. അതൊരു കട്ടായിക്കും.
ഇതുവരെ ഇവൻ സ്റ്റിങ് ചെയ്യാത്തതുകൊണ്ട് ഈ സ്റ്റിങ് ബോംബിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ, എപ്പോന്നറിയില്ല കിട്ടല്. ഓക്കെ, ഇനി നമുക്ക് വാ കുളിക്കാടാ, വാടാ. വാ. എല്ലാ ജീവികൾക്കും ഉണ്ടല്ലോ നമ്മൾ ഈ ഇവരെ ഗ്രൂം ചെയ്യുന്നത് സെറ്റാക്കുന്നതിൽ ഒരു വിധയിലും മനസ്സിലാവും കേട്ടോ. ചില മാനസിക ടീമിന് മാത്രമേ മനസ്സിലാക്കൂ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട എല്ലാ ജീവികൾക്കും എല്ലാത്തിനും നിന്നേരുമെന്ന് അങ്ങനെയില്ല കേട്ടോ. ചില ജീവികൾക്ക് ഇനി എങ്ങനെ ഇതാക്കി കഴിഞ്ഞാലും നമ്മളെ പ്രസൻസ് ഒന്നും വലിയ ഇഷ്ടമൊന്നും ആവില്ല. പക്ഷെ ഒരു പരിധി വരെ നമുക്കിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ നമുക്ക് ബുഷ് ബേബി ഇല്ലേ, ബുഷ് ബേബി മുന്നേ ഭയങ്കര അഗ്രസീവ് ആയിരുന്നില്ലേ, ഓർമ്മയുണ്ട്? നമ്മൾ അവനെല്ലാം കടിച്ചത് വന്നാട്. ഇപ്പോൾ നമ്മളെല്ലാവരും കയ്യിലെല്ലാം കയ്യിലെല്ലാം കയറൊക്കെ ചെയ്യുവേ. എന്നാലും നമ്മൾ പിടിച്ചെടുക്കലൊന്നുമില്ല, പക്ഷെ തടയി കൊടുക്കാൻ ഇന്നെല്ലാം നല്ല രീതിയിൽ നിന്നുതരും. ഈ ചെറുപ്പത്തിലേ വൈൽഡായിട്ട് വളർന്നതിനാ നമുക്ക് ഭയങ്കര ടൈമാക്കൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ നിൽക്കണ്ട. ചെവിയിലുള്ള കഴിക്കല, ചെവിൻ്റെ അടുപ്പിച്ചിട്ട് വരെ. മുഖമൊക്കെ നന്നായി തുടച്ച്. ഓക്കെ ഓക്കെ, നല്ല ശരിക്ക് കഴുകി കുളിപ്പിച്ചിട്ട് വാ. എൻ്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കും. അയ്യോ, എൻ്റെ നല്ല ഉണങ്ങിയ തുണി കൊണ്ടില്ലേ കംപ്ലീറ്റ് തുടച്ച് അങ്ങനെ പെട്ടെന്ന് പോകില്ല കേട്ടാ വെള്ളം. ഇവരെന്താ കഴിക്കാമെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഇവർ രണ്ടും കഴിക്കും കേട്ടോ. ഓംനിവോറസാണ്, ഇറച്ചിയും കഴിക്കും, ചെറിയ പിന്നെ ഇലകളും പിന്നെ പച്ചക്കറിയും എല്ലാം കഴിക്കും കേട്ടോ. ഫ്രൂട്ട്സും കഴിക്കും, പിന്നെ മാംസവും കഴിക്കും, പിന്നെ ചെറിയ പ്രാണികൾ, പാമ്പൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനവും കഴിക്കുന്നൊരു ജീവിയും കൂടിയാണ്. ഇനി നമുക്ക് എന്താക്കാം, കുറച്ച് സമയം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഞ്ഞ കളറിലും കാണുന്നുണ്ടല്ലോ, വെയിലുകൊണ്ട് ഉണങ്ങുമ്പോഴേക്കും നല്ല രീതിയിൽ വൈറ്റ് കളർ കയറി വരും കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഡ്രയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കാം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ഹരിയാണേ. ഹരി ഒന്ന് പിന്നെ ഡ്രയറോടെ ഒന്ന് ഉണക്കിയടാ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആരെ കാണാം? നമ്മുടെ റോളക്സിനെ കാണണ്ടേ? റോളക്സിനെ കാണാൻ വേണ്ടി പോവാം. റോളക്സിൻ്റെ ഒരു കഥ ഉണ്ട് കേട്ടോ. റോളക്സിനെ നമ്മൾ വാങ്ങിച്ചതെന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചതാണേ. അപ്പോൾ ഫ്രണ്ടിന് നല്ല ഗാർഡ് ഡോഗ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവന് അതിനെ വാങ്ങിയിട്ട് വലിയ ഡോഗായെന്നൊരു പേടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കിങ്ങനെ, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, റോളക്സിനെ ഇങ്ങോട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഡോഗിൻ്റെ തൽക്കാലത്തേക്ക്, രണ്ടാൾ നമ്മളെപ്പോഴത്തെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ജാക്ക് റസലില്ലേ, നമ്മുടെ ജാക്കിനെ തൽക്കാലം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ റോളക്സിനെ ഇങ്ങോട്ട് തന്നാണേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇതായിട്ട് ഭക്ഷണം എന്താ, സ്വാനും താറാവിനെല്ലാം വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞാൽ നടൻ കേട്ടാ. സിറ്റ്. നമ്മളിങ്ങനെ ട്രെയിനിങ്ങിൽ കൊടുത്തുകൊണ്ട് വരുന്നത്രേ, ഒന്നും കാര്യമായിട്ട് ഇതായിട്ടില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ ശീലിപ്പിച്ച് വരുന്നു. ആദ്യം വിളിച്ചാലൊന്നും വരുന്നൊരു കണ്ടീഷനിലല്ല, ഇപ്പോൾ കുറച്ച് ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ട്രീറ്റ് തന്നെ നമ്മുടെ ആയുധം. കം, ഗുഡ് ബോയ്, സിറ്റ്. ആദ്യം നമുക്കിങ്ങനെ വിളിച്ചാൽ കിട്ടൂല നമുക്ക്. അപ്പോൾ ഇത് പഠിക്കുക. ഇപ്പോൾ ഈ ട്രീറ്റിന് വേണ്ടിയിട്ടാണ് ഇവനിങ്ങനെ വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നോർമലി നമ്മൾ വിളിക്കുമ്പോൾ തന്നെ വരാൻ വേണ്ടി തുടങ്ങും. ആദ്യം ഇത് ഓരോന്നോരോന്ന് പഠിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെ എന്നിട്ടാ. നമ്മളെ സാധാരണ രീതിയിലുള്ള ട്രെയിനിങ് ആണ്, പ്രൊഫഷണൽ ട്രെയിനിങ് ഒന്നുമല്ല. ഡാ ബാ, കം, സിറ്റ്. ഗുഡ്, കം, ഗുഡ് ബോയ്, സിറ്റ്. അതുപോലെ നമ്മൾ പിന്നെ ട്രീറ്റ് കൊടുക്കുമ്പോൾ എപ്പോൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താ അറിയോ? ഉള്ളം കയ്യിൽ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കടിക്കുമ്പോൾ നമ്മൾ വിരലൊന്നും കിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, ചിലപ്പോൾ ഇത് കടിക്കുമ്പോൾ നമ്മൾ കൈ അകത്ത് പറ്റി കടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കം, റോളക്സ്. ഉണ്ടാ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിൽ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. വിളിച്ചപ്പോൾ കറക്റ്റ് വരാണ്ടിരിക്കുന്നത് അത് അറിയില്ലല്ലോ മുപ്പരിക്ക്, കറക്റ്റ് അറിയില്ല. അതാ ബാ, കം, സിറ്റ്. ഇനിയിപ്പോൾ ഇതിങ്ങനെ നടന്ന് ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിവിടെ എത്തി നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അവർ ഇരുന്നോളൂ കേട്ടോ.
അങ്ങനെ കറക്റ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഗുഡ് ബോയ്. ഇതേതാ ബ്രീഡ് എന്നറിയോ? ഇത് ഡോബർമാനാണ്. ഡോബർമാൻ ടെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഇയർ ക്രോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഇയർ ക്രോപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലേ. പക്ഷേ ഡോബർമാൻ്റെ ഇയർ ക്രോപ്പ് ചെയ്താലേ രസമല്ലേ ശരിക്കും ഇങ്ങനെ മേലോട്ട് നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, അതിൻ്റെ തനതായ സ്റ്റൈൽ. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ പപ്പിയാണ്. ഇവിടെ കം, ഏയ് റോളക്സ് കം കം കം. ഗുഡ് സിറ്റ്, ഗുഡ് ബോയ്. കയ്യെല്ലാം കണ്ടോ? നല്ല ഇപ്പം തന്നെ നല്ല അടിപൊളി കൈയാന്നേ, നല്ല ബ്ലഡ് ലൈനുള്ള ഡോഗാന്നേ. അയ്യ കിടന്നോ, ബാ. ഇത് നമ്മുടെ പിന്നെ ലീശി പൊളി സാധനമല്ലേ, വരാത്തെ. എത്ര വേണമെങ്കിലും ലോങ് കൊണ്ട് പോവാം. റിലാക്സ്, കം കം, ഗുഡ് ബോയ്, സിറ്റ്, ഗുഡ് ബോയ്. കണ്ടാ സംഭവം സെറ്റാണ്. Good boy. Come. Good boy. Sit. Good boy. Come. Relax. Come. Good boy. Sit. Good boy. ഇപ്പം 4 നേരം ഫീഡ് ചെയ്യുന്നുണ്ടേ. ടോയ്ലറ്റ് ട്രെയിനിങ്ങെല്ലാം അത്യാവശ്യം നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. സെറ്റാണ് അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഓരോ സ്റ്റേജായിട്ട് നമുക്ക് കാണാം. റോളക്സ് പേര് ഞാനിട്ടല്ല കേട്ടോ, പേര് ആദ്യം തന്നെ നമ്മുടെ സായിദ് എന്ന ഫ്രണ്ടിൻ്റെ പേര്, സായി ഇട്ട പേരാണ് റോളക്സ്. വാ, ഓ ശരിയാവൂലേ? സെറ്റാവൂലേ? അടിപൊളിയാക്കാം നമുക്ക്. കം. ഇവനെ ഒറ്റയ്ക്ക് വളർത്തിയിട്ട് ഭയങ്കര ടെററാക്കി കൊണ്ടുവരണം അല്ലേ? മീർക്കാറ്റ് നോക്കി. മീർക്കാറ്റ് പിന്നെ ഒരു പേടിയില്ല, ഒറ്റൊരാളെയും പേടിയില്ല. ആ അത് നല്ല രസമാണ്. എല്ലാവരും നോക്കട്ടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഓക്കെ, ഇതുണ്ടോ നമ്മുടെ സ്കുരലി. എപ്പം നമ്മളിപ്പോൾ 2 പിന്നെ ആൾ ഇവൻ്റെ ആദ്യത്തെ കുട്ടിനെയും അതുപോലെ നമ്മുടെ മെയിലിനെയും മാറ്റിയിട്ടിട്ടല്ല കേട്ടോ. ഇപ്പോൾ ഇവനെ ഒറ്റ ഇവൻ്റെ കുട്ടി ഇവന് മാത്രമേ ഉള്ളൂ. എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ കുട്ടിനെ എടുത്തിട്ട് ഫുള്ള് ടൂർ പോക്കാൻ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് കുട്ടീനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി കൂട്ടി കൊണ്ടുവച്ച്. ഇപ്പോൾ ഇനി ചിലപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ എടുത്തു. പക്ഷേ കുട്ടി ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അതിന് പാല് പോയിട്ടുണ്ട്, എന്താണെന്നറിയോ? അതിന് പാല് അതിൻ്റെ അകത്ത് പിന്നെ ഇവർക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ പാല് പൊഴിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, പൊഴിച്ചിട്ട് കുട്ടീനെ താഴത്തിട്ട് കൊടുക്കുന്നത്. പക്ഷേ മുന്നേത്തെ പ്രസവത്തിൽ ഇവന് ചകരിനാരും പിന്നെ തുണിയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനെ ഇപ്പോൾ ഒന്നും വെക്കുന്നില്ല, കൂട്ടിലൊരു സാധനം വെക്കുന്നില്ല. ഇപ്പോൾ മിക്കവാറും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കുഞ്ഞിനെടുത്തിട്ട് പുറത്തിടുന്നത് കാണാം. ശരിക്കും നല്ല ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ കുട്ടി, ഡാർക്കല്ല. ഇതേപോലത്തെ അല്ലാന്നാണ് തോന്നുന്നത്, ലൈറ്റ് ഷെയ്ഡാണ് കാണുന്നത്. കാരണം അച്ഛൻ്റെ ഒരു സ്റ്റൈലാണെന്നാണ് തോന്നുന്നത് പ്രസ്തുത കുട്ടി. കുറച്ച് നിന്ന് നോക്കാം, അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് കയറി കാണിച്ചു തരണം. ഒരു കാര്യം ചെയ്യും, ഒന്ന് കയറി കാണിച്ചു കൊടുത്തറ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നോക്കാണ്ടാവുന്ന പഠിക്കൊന്നും വേണ്ട. പിന്നെ സ്കുരൽ ഈ രീതിയിൽ തന്നെയാണ് കുട്ടികളെ നോക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഉണ്ടാ ഇനിയിപ്പോൾ നോക്കിയ സ്ഥിതിക്ക് ഇപ്പം എടുത്തിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, ഹെൽത്തി തന്നെ, കുഴപ്പമൊന്നുമില്ല. ഉണ്ടാ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കയറി നോക്കിയ സ്ഥിതിക്കുണ്ടല്ലോ, ഓൻ്റെ ഭാഗം എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുത്തുണ്ടാവും. ഒരു വല്ലാത്ത പ്രകളി. പക്ഷേ ഇത്രയും ഈ 2-3 പ്രാവശ്യം പ്രസവിച്ചില്ലേ, പക്ഷേ ഈ പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇവനിപ്പോൾ എത്ര പ്രാവശ്യം പ്രസവിച്ചിരിക്കും? ഇതേ അമ്മ തന്നെ ഇപ്പോൾ എനിക്കൊന്ന് 4ാമത്തെ പ്രസവമാണ്. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു ടെൻഡൻസി കണ്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുത്തിട്ട് കറക്കി 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 കളിക്കുന്നുണ്ട് കൂട്ടിനെ. ഓക്കെ, പിന്നെ നമ്മുടെ ഷിറ്റ്സുവിൻ്റെ കുട്ടീനെയും കൂടി കാണണ്ടേ, വലുപ്പത്രായിന്ന് കാണണ്ടേ, നോക്കിയിട്ട് വരാം. വാ, ഇതാ നമ്മുടെ ഷിറ്റ്സു, നമ്മുടെ കിവിനി മക്കളെയും കണ്ടാ. അയ്യോടാ, ഇനി നമ്മൾ ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ, വീണൂല്ലല്ലേ. ഇതാ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ABCD എന്നിട്ട് പേരുണ്ട് അല്ലേ ഓരോ മക്കൾക്ക്.
ബി. ഓരോന്നിൻ്റെ മുഖവും വ്യത്യാസമുണ്ടേ. കുറേ ആൾക്കാർ വന്നിട്ട് ഇതിനെ തരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൊടുക്കാം, എന്തായാലും അടുത്ത ആഴ്ച നോക്കി നമുക്ക് വീഡിയോയിൽ പറയാമല്ലോ ഏത് ദിവസം വന്നു കഴിഞ്ഞാൽ തരാമെന്നുള്ളത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് കുറേ ആളുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് നെറുക്കെടുത്തിട്ട് അതിന് കൊടുക്കാം അല്ലേ. പൈസ ഒന്നും വേണ്ടേ, ഫ്രീ ആണേ, നമുക്ക് ഫ്രീ ആയിട്ട് ആയ മക്കളല്ലേ അല്ലേ. ഓക്കെ അല്ലേ. ഇവിടെ നമുക്കൊരു പിന്നെ അതിൻ്റെ ഒരു ബെഡ് ഉണ്ടല്ലോ, ആ ബെഡ് വെച്ച് കൊടുക്കാം, എന്നിട്ട് ഇവിടെ തന്നെ ആക്കാം. ഓക്കെ, സെറ്റ്. ഇതാ അടുത്തുനിന്ന് കാണിച്ചാടാ, മക്കളെല്ലാം കാണിച്ചേ. ഇവിടെ ചെറിയ വെയിലിട്ട് നിർത്തുന്നിട്ട് കറക്റ്റ് അവിടെ കിടക്കുന്നുണ്ടാ. എല്ലാവരും അവിടെ ഉണ്ടായി, ഞാൻ പിടിച്ചപ്പോൾ ഇങ്ങോട്ടായതാ. വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് കിടക്കുന്നിരിക്കും അല്ലേ. അടിപൊളി അടിപൊളി. കിവി ബാ, ഓ ബാ. കിവിനിടെ കാണാനായിട്ട് കുറേ ആൾക്ക് സങ്കടം, കിവിനിടെ കണ്ടിട്ടില്ല, ഷിറ്റ്സുവിനിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഞാൻ എല്ലാവർക്കും കാണും ഇവിടെ തന്നെ. നമുക്കൊരു കാര്യം ചെയ്താലോ, അച്ഛനെ കാണിച്ചു കൊടുത്താലോ, ഇവിടെ കൊണ്ടുവച്ചാലോ ജസ്റ്റ്. ഇത് നിങ്ങൾക്കും കാണണ്ടേ, അച്ഛനെ കാണണ്ടേ. അച്ഛനിപ്പോൾ കാണിച്ചതാ, അച്ഛനെ കൊണ്ടുവന്നിട്ടാ. കള്ള നോട്ടം കണ്ട, നോക്കടാ എൻ്റെ മക്കളിതാ. അയ്യോ, അങ്ങോട്ട് വന്ന്. ആ, എൻ്റെ പോക്കത്ര ശരിയല്ല. അയ്യോ, മക്കളെ കണ്ടിട്ടൊന്നും റിയാക്ഷൻ ഇല്ല. ആ, ഞാനൊന്നും പറയുന്നില്ല. അവിടെ എല്ലാം മൂത്രയിച്ച് ആകെ പണിയാക്കി. ഓ നോക്കടാ എൻ്റെ മക്കളെ, നോക്കടാ നോക്കടാ. അച്ഛനാണത്ര, അച്ഛൻ. അപ്പോൾ നമ്മുടെ സ്കങ്കിത കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നല്ല ഉണക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ കാണാൻ? എന്താ രസം നോക്കിയേ. ഓ ഭയങ്കര പ്ലഫിണ്ടാ, ഭയങ്കര രസം തൊടാൻ. എന്താ സാധാരണ ഇവനല് ഒരാൾക്ക് എന്താണ് ജീവൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കൂല കേട്ടോ. നമ്മളിങ്ങനെ അടുത്ത് ഇടപഴകി കൊണ്ടാന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നോക്കിയാൽ എന്താ പെറ്റായിട്ട് നിൽക്കുന്നൊക്കെ. വാവ്, നല്ല രസമായില്ലേ, അടിപൊളിയായില്ലേ. അതുപോലെ നഖമൊക്കെ കണ്ടില്ലേ, ഏത് വലിയ പിന്നെ ഇതും പ്രതലും പിന്നെ മാന്തി പൊളിക്കാൻ ശേഷിയുള്ള പ്രഹരികൾ, അത്രയും പവർഫുള്ളായിട്ടുള്ള നഖവും കാര്യങ്ങളെല്ലാം ഇവർക്കുള്ളത്. സ്കങ്ക് അല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോഴേക്കും നല്ല രസമായില്ലേ, അടിപൊളിയായില്ലേ. ഓക്കെ, ഭയങ്കര പാറ്റേണല്ലേ, എന്താ രസം. ഒരു വൈറ്റ് ഇതിങ്ങനെ പോയി വാലിലേക്ക് അങ്ങനെ സ്പ്രെഡായി. അതുപോലെ പിന്നെ നടുവിൽ നിന്ന് ഇങ്ങനെ വന്ന് അത് വാലിലേക്ക് ഇങ്ങനെ കറക്റ്റ് ഇതുണ്ടാ ഷേപ്പ് നോക്കി ഒരു മീനെല്ലാം പോലെ കണ്ടാ. അതുപോലെ ഇതിങ്ങനെ വന്ന് രണ്ട് സ്ട്രൈപ്സ് ഇങ്ങനെ വന്ന്. വലുപ്പവും നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നില്ലേ. ആദ്യം നമ്മൾ കൊണ്ടുവന്ന പാടുള്ള വലുപ്പം എങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഒരാളെ കണ്ട മേലെ ഡാ. ഓക്കെ, ബായ്. ഇന്ന് നോമ്പിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും അല്ലേ. ഇന്ന് എല്ലാവരും അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.